നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിനുള്ളിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള 1200 പള്ളികളിലും ദർഗകളിലും മൺവിളക്കുകൾ തെളിയിക്കുമെന്ന് BJPയുടെ ന്യൂനപക്ഷ വിഭാഗമായ ന്യൂനപക്ഷ മോർച്ച. ജനുവരി 12 മുതൽ 22 വരെയാണ് ദീപോത്സവ് എന്ന പേരിട്ടിരിക്കുന്ന പരിപാടി നടക്കുക. ജനുവരി 22-നാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അതിനു മുന്നോടിയായിട്ടാണ് ഈ പരിപാടി. BJP ന്യൂനപക്ഷ വിഭാഗം കൺവീനർ യാസർ ജിലാനിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 1200 ചെറിയ വലിയ പള്ളികളും ദർഗകളും മറ്റ് മുസ്ലിം ആരാധനാലയങ്ങളും തങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും അവിടെ തങ്ങൾ ചിരാതുകൾ കത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ 36 ദർഗകളും പള്ളികളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ജുമാ മസ്ജിദും നിസാമുദ്ദീൻ ദർഗയും ഉൾപ്പെടുന്നു. ഡിസംബർ 30-ന് അയോധ്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 22-ന് ആളുകളോട് അവരുടെ വീടുകളിൽ ദീപങ്ങൾ കത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ ദിവസം ഇന്ത്യയിലുടനീളം ദീപാവലി ആയിരിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ജനുവരി 14 മുതൽ ജനുവരി 22 വരെ രാജ്യത്തുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ശുചീകരണ യജ്ഞങ്ങൾ ആരംഭിക്കുവാനും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. വിവിധ മതങ്ങൾ, സംസ്കാരങ്ങൾ, വംശങ്ങൾ എന്നിവയിൽ നിന്നുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും BJPയുടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ദീപോത്സവം സംഘടിപ്പിക്കുവാനും സാഹോദര്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മെഗാ ചടങ്ങിന്റെ ഭാഗമാക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ജിലാനി പറഞ്ഞു. മറ്റു മതങ്ങളെ ബഹുമാനിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ടെന്നും ജിലാനി കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചടങ്ങാണ് ശ്രീരാമന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങെന്നും രാജ്യം മുഴുവൻ രാമക്ഷേത്ര നിർമ്മാണം ആഘോഷിക്കുകയാണ് എന്നും ജിലാനി പറഞ്ഞു. രാജ്യത്ത് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തങ്ങളും തങ്ങളാൽ കഴിയുന്നത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ മതത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റു മതങ്ങളെയും ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ ധാർമ്മികതയെ പ്രതിനിധീകരിക്കുന്നതിനാൽ ഞങ്ങൾ സാഹോദര്യത്തിലും ഐക്യത്തിലും വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാം ഈ മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജനുവരി 20 മുതൽ 25 വരെ വീടുകളിൽ കഴിയണമെന്ന് മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ട ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തലവൻ ബദറുദ്ദീൻ അജ്മലിനെയും യാസർ ജിലാനി വിമർശിച്ചു. AIUDF മേധാവിക്ക് പൈശാചിക ചിന്തയുണ്ടെന്നും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി വിദ്വേഷം സൃഷ്ടിക്കുകയാണെന്നും ജിലാനി പറഞ്ഞു. ഇത്തരക്കാർക്ക് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന സന്ദേശം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു.